ഇന്ത്യ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം പാകിസ്ഥാൻ നിർത്തണം എന്നുള്ളത്. അതിന്റെ പ്രധാന കാരണം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയതിന് ശേഷം അവർക്കുള്ള താമസ സൗകര്യവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നത് പാകിസ്ഥാനാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇന്ത്യ പല തെളിവുകളും ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷവും അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള തീവ്രവാദികൾ പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോയെന്നും അവർക്ക് സംരക്ഷണം പാകിസ്ഥാൻ നൽകുന്നു എന്നുള്ളതും ഇന്ത്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്, ഞങ്ങൾ ആർക്കും ഒരു സഹായവും ചെയ്തു കൊടുക്കുന്നില്ല, ആർക്കും ഒരു സംരക്ഷണം കൊടുക്കുന്നില്ല. ഇതിൽ വല്ല കഴമ്പുണ്ടോ? അതായത് അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമത്തിന് ബിലാവൽ ഭൂട്ടോ കൊടുത്ത അഭിമുഖമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഈ ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അവരുടെ നേതാവാണ്, പാർലമെന്ററി നേതാവാണ്. ഇപ്പോൾ ഭരണത്തിൽ അവർ ഘടകകക്ഷി കൂടിയാണ്. ഈ ബിലാവൽ ഭൂട്ടോയുടെ അമ്മ ബേനസീർ ഭൂട്ടോ പണ്ട് അവിടെ പ്രധാനമന്ത്രിയായിരുന്നു. അവർ ഇതേപോലൊരു ഭീകരാക്രമണത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു വനിത കൂടിയാണ്. അപ്പോൾ ഇതിന്റെ പേരിൽ ചെന്ന് അമേരിക്കയിൽ പോയി കണ്ണീരൊഴുക്കിയ ആളും കൂടിയാണ് ബിലാവൽ ഭൂട്ടോ. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല പാകിസ്ഥാന്റെ പ്രതിനിധി സംഘം പല രാജ്യങ്ങളിൽ പോയപ്പോൾ ഈ ബിലാവൽ ഭൂട്ടോ അമേരിക്കയിൽ ചെന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ ഭീകരവാദത്തിനെതിരെ നടപടിയെടുക്കുന്ന രാഷ്ട്രമാണ്, ഈ ഭീകരവാദത്തിന്റെ ഇരകളിൽ ഒരാൾ കൂടിയാണ് താൻ. കാര്യം ബേനസീർ ഭൂട്ടോ കൊല്ലപ്പെട്ടത് അങ്ങനെ പറഞ്ഞ ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ പറയുകയാണ്, ഈ ഇന്ത്യ അന്വേഷിക്കുന്ന 2 ഭീകരരുണ്ട്, അതായത് മസൂദ് അസർ അതേപോലെ ഹാഫിസ് സയ്യിദ്, ഇവരെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ മസൂദ് അസർ എന്ന് പറയുന്നയാൾ പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ ഇന്ത്യ തെളിവ് നൽകണം. അങ്ങനെ തെളിവ് നൽകിയാൽ മസൂദ് അസറിനെ പിടികൂടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അയാളിപ്പോൾ പാകിസ്ഥാനിലല്ല, അയാൾ അഫ്ഗാനിസ്ഥാനിൽ എവിടെയോ ആണ് എന്നാണിപ്പോൾ ഈ പറയുന്ന ബിലാവൽ ഭൂട്ടോ പറയുന്നത്. ഈ മസൂദ് അസർ ആരാണെന്ന് വെച്ചാൽ കൃത്യമായി നമുക്ക് പറയാം. 1999 ഒരു വിമാനം, ഇന്ത്യയുടെ യാത്രാ വിമാനം റാഞ്ചി കൊണ്ടുപോയി കാണ്ഡഹാറിൽ ഇറക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കിയിട്ട് മോചന ദ്രവ്യമായിട്ട് ഈ പറയുന്ന മസൂദ് അസർ അടക്കമുള്ള ഭീകരരെ മോചിപ്പിക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ മോചിപ്പിക്കപ്പെട്ട 1999 മോചിപ്പിക്കപ്പെട്ട ലഷ്കർ ഇ തോയ്ബയുടെ അതന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ, ലഷ്കർ പോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവാണ് ഈ പറയുന്ന മസൂദ് അസർ. അപ്പോൾ ഈ മസൂദ് അസർ ഇന്ത്യക്കെതിരെ നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ആളും കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ 2001 പാർലമെൻറ്റ് ആക്രമണം, 2011 മുംബൈ ഭീകരാക്രമണം, പിന്നീട് 2026 പത്താൻകോട്ട് ഭീകരാക്രമണം, പിന്നെ 2019 നടന്ന പുൽവാമ ഭീകരാക്രമണം, ഇതിനൊക്കെ ആസൂത്രകനാണ് ഈ പറയുന്ന മസൂദ് അസർ എന്ന് പറയുന്ന ആൾ. ഈ പറയുന്ന മസൂദ് അസറിനെ 2019 UN അടക്കം, ഐക്യരാഷ്ട്ര സഭയടക്കം, അമേരിക്കയടക്കം ആഗോള ഭീകരനായിട്ട് മുദ്ര കുത്തിയ ആളും കൂടിയാണ്. അപ്പോൾ അയാളുടെ തലയ്ക്ക് കോടികൾ വില വരുന്നുണ്ട്. അപ്പോൾ ഇയാളിപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ബിലാവൽ ഭൂട്ടോയുടെ വാദം. അതായത് ഇയാളിപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ട് എന്നുള്ളതിന് ഇന്ത്യ പലപ്പോഴായിട്ട് തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. ഇയാൾ അവിടെ ചില ഇതേപോലെ ഭീകരവാദികളെ സംഘടിപ്പിക്കാൻ ഇയാളുടെ ചില പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ ഇടപെടലുകളൊക്കെ കൃത്യമായി ഇന്ത്യ തെളിവ് സഹിതം പുറത്തുവിട്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ പറയുന്നത്. പിന്നെ ഇയാളിപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെന്ന് പറയുന്നു ബിലാവൽ. അപ്പോൾ ഒരു കാലത്ത് നാറ്റോ അടക്കമുള്ള കക്ഷികൾ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് മുദ്രകുത്തിയ ആൾക്കാരാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്, അതായത് താലിബാൻ. ഇപ്പോൾ താലിബാൻ, അതായത് നാറ്റോ അവിടെ ഇടപെട്ടിട്ടും താലിബാനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, അവരിപ്പോൾ അവിടെ ഭരിക്കുന്നു. അങ്ങനെ നാറ്റോയ്ക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യം എങ്ങനെയാണ് പാകിസ്ഥാന് സാധിക്കുക? അതായത് ഈ പറയുന്ന മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിലുണ്ടെങ്കിൽ അയാളെ എങ്ങനെയാണ് പാകിസ്ഥാന് പിടികൂടാൻ സാധിക്കുക എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു സംഗതി കൂടി പറയുന്നുണ്ട്. ഈ പറയുന്ന ഹാഫിസ് സയ്യിദ് അലി ലഷ്കർ ഇ തോയ്ബയുടെ നേതാവാണ്. ഈ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ പിടിയിലാണ് എന്നാണ് പാകിസ്ഥാൻ്റെ വാദം. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ അവിടെ വീട്ടുതടങ്കലിലാണ്. അതായത് അയാളുടെ കൊട്ടാര സദൃശ്യമായ വീട്ടിൽ അയാൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഈ പറയുന്ന സായുധ സേനയുടെ സംരക്ഷണയിൽ കഴിയുകയാണ് ഈ പറയുന്ന ഹാഫിസ് സയ്യിദ്. അപ്പോൾ ഹാഫിസ് സയ്യിദ് സർവ്വസ്വതന്ത്രനായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം ഇയാൾ അവിടെ അയാളുടെ ദിനകൃത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ അയാൾ നിഷേധിച്ചിട്ട് പറയണ ഇല്ല, അയാൾ സ്വതന്ത്രനല്ല, അയാൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ബിലാവൽ ഭൂട്ടോയുടെ വാദം. ഈ ബിലാവൽ ഭൂട്ടോയുടെ വീരവാദങ്ങൾ ഇവിടെയും കൊണ്ടും തീരുന്നില്ല. നേരത്തെ ഇന്ത്യ സിന്ധു നദീജല കരാർ നിർത്തലാക്കിയപ്പോൾ അതിനെതിരെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ച ആൾ കൂടിയാണ് ബിലാവൽ. അതായത് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു.
ഇന്ത്യ വെള്ളം തന്നില്ലെങ്കിൽ അതിലൂടെ ഒഴുകുന്നത് വെള്ളമായിരിക്കില്ല, ചോരയായിരിക്കും, ഇന്ത്യക്കാരുടെ ചോരയായിരിക്കും എന്ന് പറഞ്ഞ ആളാണ് ബിലാവൽ. നേരത്തെ പറഞ്ഞതുപോലെ പ്രതിനിധി സംഘത്തെ അയച്ചപ്പോൾ അമേരിക്കയിൽ ഇവർ ചെന്നു. അമേരിക്കയിലൂടെ ചെന്നപ്പോൾ അവിടുത്തെ അമേരിക്കയിലെ സെനറ്റർമാരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാൻ എന്തൊക്കെ നടപടികളാണ് എടുക്കുന്നത്? അപ്പോൾ ഇയാൾ ഇങ്ങനെ വാദോരാതെ പറയുന്നു, അതായത് ഞങ്ങൾ ഭീകരവാദത്തിനെതിരെ കർശനമായ നടപടികൾ എടുക്കും. വാസ്തവം പറഞ്ഞാൽ ഉള്ളതാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ അവിടെയുള്ള പാകിസ്ഥാനി താലിബാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരവിടെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ളൊരു പ്രദേശം അവരുടെ സ്വതന്ത്ര സ്ഥലമായി മാറണം എന്ന് പറഞ്ഞ് നിരന്തരമായി കലാപം നടത്തുന്ന ആൾക്കാരാണ്. അവർ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ നിരന്തര ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ അവർക്ക്, അതായത് ഈ പറയുന്ന പാകിസ്ഥാനി താലിബാനും പാകിസ്ഥാനും തമ്മിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ സേനയും തമ്മിൽ നിരന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഭീകരവാദമാണ് ഇവർ ഭീകരവാദത്തിനെതിരെയുള്ള നടപടിയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പറയുന്ന കാശ്മീരിന്റെ വിമോചനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നിരവധി തീവ്രവാദി സംഘടനകൾ പാകിസ്ഥാനിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സകല പ്രോത്സാഹനവും പണവും ആയുധങ്ങളും കൊടുക്കുന്നത് പാകിസ്ഥാൻ സേനയാണ്. അപ്പോൾ ഇതൊക്കെ ബോധപൂർവം മറച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് ബിലാവൽ ഭൂട്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അമേരിക്കയിൽ സെനറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സെനറ്റർ ചോദിച്ചു, ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തെ, കാര്യം ജെയ്ഷെ മുഹമ്മദിനെ അമേരിക്ക അടക്കം ആഗോള ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ്. ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിനെ അമർച്ച ചെയ്യാൻ നിങ്ങൾ എന്ത് നടപടി എടുത്തു? ബിലാവൽ ഭൂട്ടോയ്ക്ക് സംഘത്തിനും ഉത്തരവില്ലായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അവിടെയാണ് നേരത്തെ പറഞ്ഞ വൈകാരിക പ്രസംഗമൊക്കെ നടത്തിയത്, എൻ്റെ അമ്മ വെടിയേറ്റ് കൊല്ലപ്പെട്ടതാണ് എന്നുള്ള തരത്തിൽ. അപ്പോൾ ഈ തരത്തിൽ, അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ പറഞ്ഞ ഈ ജെയ്ഷെ മുഹമ്മദിന്റെയും മറ്റേ വേറൊരു ഭീകരവാദ സംഘടന പറഞ്ഞില്ലേ, അതെ, ലഷ്കർ ഇ തോയ്ബ, ഇതിന്റെ രണ്ടിന്റെയും സ്ലീപ്പിംഗ് സെൽസ് കാശ്മീരിൽ ഉണ്ടെന്നുള്ളത് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. അതിനുവേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഇതേ പാകിസ്ഥാൻ തന്നെ. അതെ, അല്ലെ, ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും മാത്രം, പിന്നെ ഈ ഇത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും മാത്രമല്ല, അൽ ഖ്വയ്ദ ഉണ്ട് പാകിസ്ഥാനിൽ, IS ഉണ്ട്. ഇതെല്ലാം ആഗോള ഭീകരവാദ പട്ടികയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ അൽ ഖ്വയ്ദയുടെ നേതാവായ ഒസാമ ബിൻ ലാദൻ, അയാൾ അഫ്ഗാനിസ്ഥാനിൽ എവിടെയോ ഒളിത്താവളത്തിൽ കഴിയുകയായിരുന്നായിരുന്നു ലോകം വിശ്വസിച്ചിരുന്നത്. പക്ഷെ ബിൻ ലാദൻ കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ വെച്ചായിരുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ IS എന്ന് പറയുന്നത് ലോകമാകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്. അതിൻ്റെയും വേരുകൾ പാകിസ്ഥാനിലുണ്ട്. അതൊക്കെ ഇന്ത്യ ആരോപിക്കുന്നതല്ല. ലോകരാജ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭ അടക്കം അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള ഇക്കാര്യത്തിൽ കൃത്യമായ ഇന്റലിജൻസ് സംവിധാനമുള്ള രാഷ്ട്രങ്ങൾ കണ്ടെത്തി പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇസ്രായേൽ ഇറാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഭീകരവാദ സംഘടനകൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആണവ രാഷ്ട്രം കൂടിയാണ്. ഈ ആണവ ഇന്ധനം അല്ലെങ്കിൽ ആറ്റം ബോംബ്, അണുബോംബ് അടക്കമുള്ളവ ഏതെങ്കിലും തരത്തിൽ ഈ ഭീകരവാദ സംഘടനകളുടെ കയ്യിൽ വന്നാലുള്ള അവസ്ഥ ആലോചിച്ചു തീർന്നു, പിന്നെ ഒന്നും പറയാനില്ല. ഇത്തരം സാഹചര്യങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതൊക്കെ ബോധപൂർവം മറച്ചുകൊണ്ട് മറ്റൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ നടത്തുന്ന വിഫല ശ്രമമാണ് ഈ പറയുന്ന ബിലാവൽ ഭൂട്ടോ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും അവരുടെ രാജ്യത്തെ തീവ്രവാദ സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിർത്താതെ അവർക്ക് ഈ പറയുന്നത് കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത.